വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. നമുക്കിന്ന് മന്തിയും ബിരിയാണിയും കൂടി മിക്സാക്കിയ ഒരു റെസിപ്പി ചെയ്താലോ? അങ്ങനത്തെ ഒരു റെസിപ്പിയാണ്. ഞാനതിന് പേര് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. എന്തായാലും മന്തിയുടെ ഒരു കൂട്ടും വരുന്നുണ്ട്, നമ്മുടെ സാധാ ബിരിയാണിയുടെ ആ ഒരു സ്റ്റൈലും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രണ്ടും കൂടി കൂടിയിട്ടുള്ള ഒരു ഫ്യൂഷൻ റെസിപ്പി അപ്പോൾ നമുക്ക് തയ്യാറാക്കിയാലോ? അതിനുവേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ഒരു ക്യാപ്സിക്കം, പച്ച ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ചെറുതായി അരിഞ്ഞതും, ഉള്ളി ചെറുതായി അരിഞ്ഞതും, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂണും, പച്ചമുളക് ചതച്ചത് 1 ടീസ്പൂൺ, തൈര് 2 ടേബിൾ സ്പൂൺ, ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മന്തി മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കുറച്ച് സർക്കയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം. ഇതൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനെങ്കിലും വെക്കണം കേട്ടോ. സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ അതിലേക്ക് വിട്ടുപോയി, ഫ്രൈ ചെയ്ത സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ മാഗ്നേറ്റ് ചെയ്യുമ്പോൾ ഒപ്പം ചേർക്കാം, ഞാനതിപ്പോൾ വിട്ടുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരു 30 മിനിറ്റ് റെസ്റ്റ് ആയിരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് എന്തായാലും റൈസിനുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ ബിരിയാണി റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുക്കുന്നത്. അതിലേക്ക് 2 കപ്പ് വെള്ളം ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പെരിഞ്ചീരകം, ബേ ലീഫ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മുടെ ബിരിയാണി റൈസും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെയും അരിയുടെയും അളവ് ഒരേ ലെവലിൽ വരുമ്പോൾ നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ. അപ്പോൾ ബിരിയാണി റൈസ് അവിടെ കുക്കാട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. ഇതാ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വെള്ളം നേരത്തെ ചേർക്കാത്തത് കേട്ടോ. ചിക്കനിൽ നിന്ന് വെള്ളം വരും, അതുകൊണ്ടാണ് ചേർക്കാത്തത്. പിന്നെ അതിലേക്ക് നമുക്ക് ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം കറിയല്ല ആക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതും ഒരു 5 മിനിറ്റും കൂടി മൂടി വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് മൂടി തുറക്കാം. ഏകദേശം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ആ ഗ്രേവി മൊത്തം നമുക്കൊന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിലേറെ കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ചേർക്കുക ഉണ്ടെങ്കിൽ ചേർക്കാം, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ അത് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത്, അവസാനമായിട്ട് ചേർക്കുന്ന സംഭവമാണ് മല്ലിയില. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചിക്കൻ, ഈ ഒരു മസാല, ബിരിയാണിയുടെ ഈ ഒരു മസാല നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ലാസ്റ്റത്തെ പരിപാടി. ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട്, മസാല എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കെന്താ, നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു റൈസും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ദം ചെയ്ത് വെക്കാം. ഇത് തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണമായിരുന്നു കേട്ടോ. നല്ലൊരു അടിപൊളി മണമായിരുന്നു. എങ്ങനെയാണ് അത് നിങ്ങളിൽ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് എനിക്കിതിൽ പിടുത്തമില്ല. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഇതിൻ്റെ ഫീഡ്ബാക്കും കൂടി കമൻസിലൂടെ പറയണം കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിനൊരു പേരും കൂടി സജസ്റ്റ് ചെയ്യും. ഞാനിതിന് വലിയ പേര് സജസ്റ്റ് ചെയ്തിട്ടില്ല, കാരണം മന്തിക്ക് നമ്മൾ അധികം മസാലയും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. അപ്പോൾ ഞാനിവിടുത്തെ ഈ ഒരു മന്തിയിൽ ഞാൻ മസാലയും ഒക്കെ കൂട്ടിയിട്ടാണ് ഈ ഒരു മന്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ മന്തിക്ക് നിങ്ങളൊരു പേര് പറയുക, പേര് കമൻസിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി റെസിപ്പി കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.